നമ്മളൊരു പ്രാഥമിക നിയമബോധമാണ്. അതായത് ഒരു പ്രോസ്പെക്ടസിൻ്റെ അടിസ്ഥാനത്തിലും അവരുണ്ടാക്കിയ ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിലും ചോദ്യങ്ങൾ വന്ന് ഉത്തരങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൃത്രിമം നടത്തി കേരള സിലബസിൽ പഠിച്ചുള്ള ആളുകൾ മുന്നിലേക്ക് വരത്തക്ക വിധത്തിൽ ഏതൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 14 തികഞ്ഞ ലംഘനവുമാണ്. കാരണം ഇത് CBSE കുട്ടികൾ എന്ന് പറയുന്നത് കേരളത്തിലെ കുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ CBSE വിദ്യാലയങ്ങൾ പൂർണ്ണമായും നിർത്തലാകണം. ഈ CBSE വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരിക്കാത്ത പ്രതിപക്ഷ പാർട്ടിയുടെയോ നേതാക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പരിശോധിച്ചാൽ അവർ CBSE സിലബസിൽ പഠിക്കുന്നവരായി കാണാം. അപ്പോൾ CBSE സിലബസിൽ പഠിക്കുന്നവരെന്നോ കേരള സിലബസിൽ പഠിക്കുന്നവരെന്നോ രണ്ടായി കാണാനായിട്ട് നമുക്ക് കഴിയില്ല. അതേസമയം ഇവരെന്ത് ചെയ്യണമായിരുന്നു? ഇവർക്ക് ഇവരുടെ വിദ്യാഭ്യാസ നിലവാരം കുറേം കൂടി ബാക്ക്വേർഡ് ആണെന്ന് ഇവർക്ക് മനസ്സിലാകുന്ന ഘട്ടത്തിൽ ഇവരെന്ത് ചെയ്യണമായിരുന്നു? ഇവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് തന്നെ രണ്ട് തരത്തിലുള്ള ആളുകളേക്കും അതിനെ ഫേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉത്തരങ്ങൾ കണ്ടെത്തി പറയാൻ കഴിയുന്ന രീതിയിൽ ആ ചോദ്യപേപ്പർ അവർ കൃത്യമായി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കില്ലായിരുന്നു. മനസ്സിലായി? അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇവർ മനസ്സിലാക്കുന്നത് കേരളത്തിലുള്ള ആളുകൾ പുറകോട്ട് പോയി എന്നുള്ളത്. അതിനെ തിരുത്താൻ വേണ്ടി ഇവര് മറ്റു ചില മാനിപ്പുലേഷൻസ് നടത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഓരോ കുട്ടിയും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന അവർക്ക് കിട്ടണമെന്ന് കരുതിയിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.